ഓൾ. അപ്പോൾ നമ്മൾ ടീക്കുട്ടി ഇന്ന് യൂട്യൂബ് നമ്മുടെ ഫോമിലിയനാവാൻ പോകുന്നതിൻ്റെ സ്പെഷ്യൽ ട്രിപ്പാണ് ഗൈസ്. സർപ്രൈസ് ആക്കി വെച്ചാണ് നമ്മൾ എന്തിലാ പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഇത്രയും വലിയൊരു സംഭവം കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കിയാലോ. വെറൈറ്റി വീഡിയോ ആവാൻ പോകുന്നതിന്റെ ട്രിപ്പിലാണ് ഈ ഇയറിനുള്ളിൽ അതെ, ഈ ദിസ് മന്ത് തന്നെ ആവടാ. പക്ഷെ നമ്മൾ ആയിട്ടാണ് സാധാരണ പോവാറുള്ളത്. അതികൂട്ടൻ അവിടെ വരൂ. പക്ഷെ ഇപ്രാവശ്യം ആയിട്ടല്ല. അതിനോടൊരു കാരണമുണ്ട്. പോകുമ്പോൾ റഷിലാണ്. നമ്മുടെ അദ്ദിക്കുട്ടനൊക്കെ റെഡിയായി സ്കൂളൊക്കെ കളഞ്ഞിട്ട് ഞങ്ങൾ ഇരിക്കണം. ഇതുവരെ അങ്ങനെ കളഞ്ഞിട്ടില്ല ഗൈസ്. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയായി. അപ്പം ഇതാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം. അദ്ദിക്കുട്ടനും ടീക്കുട്ടനും. ഡാഡി ഫുഡ് കഴിക്കുകയാണ്. ഒറ്റ ബാഗേ ഉള്ളൂ കേട്ടോ. അത്യാവശ്യം ദിവസത്തെ ട്രിപ്പ് ഉണ്ട്. അതൊക്കെ വഴിയെ പറഞ്ഞുതരാം. ടീക്കുട്ടയുടെ ഔട്ട്ഫിറ്റ് ഒന്ന് നോക്കട്ടെ. സ്കേർട്ട് ഇട്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളൊരു സ്കേർട്ട് ഇടുന്നത് അല്ലേ ടിയ? നല്ലൊരു സ്കേർട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. നെയിൽസിന്റെ ഓക്കെ, നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ വൈകിട്ട് കാണാം അല്ലേ ഗൈസ്. അങ്ങനെ നമ്മളെല്ലാവരും ബ്ലാക്ക് ആണ് ഗൈസ്. ഇപ്രാവശ്യം നിമിഷാൻറ്റിയും ബ്ലാക്ക് ആണ്. ഒരേ കളറായിരുന്നു. അങ്ങനെ നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. സംഗതി എയർപോർട്ടിലേക്കാണോ ടിയ? മാലയൊക്കെ ഫ്ലൈറ്റിലോട്ടാണോ? ഫ്ലൈറ്റിലല്ല. ഓക്കെ, അത് സർപ്രൈസ് നമുക്ക് പറയാല്ലേ, മെല്ലെ മെല്ലെ പറയാലേ. ഇനി ഒരു അവറും നമ്മൾ തിരിച്ചു വരുന്നത് പ്ലെയിനിലാണ്. ഓക്കെ, അതുകൊണ്ട് ഗൈസ് കാറ് ഇവിടെ നിർത്തി അതിക്കൂട്ട് നടക്കുന്നത് നോക്കിയ ഗൈസ്, കാണിച്ചു തരാട്ടോ. ഹാറ്റ് അട ക്യാപ്പ്. ഓക്കെ, ക്യാപ്പ് വെച്ചിട്ടാണ് പുള്ളിക്കാരൻ നടക്കുന്നത് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇനിയൊരു ഊബറിന് വെയിറ്റിംഗ്. നമ്മൾ ഇനി ഊബറിന് വെയിറ്റിംഗ് ആണ്. നമ്മളിവിടെ എയർപോർട്ടിൽ നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് ഇനി ഒരു ഊബർ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇവിടെ നമുക്കൊരു 1 hour ട്രാവലിംഗ് ഉണ്ട് അങ്ങോട്ട് പോവാൻ അല്ലടാ. ഊബറിലാണ്. നിണ്ടല്ലോ, എന്താ കണ്ടുപിടിച്ച? ഒന്ന് ഹെൽപ്പ് ചെയ്യടാ ഗൈസ്. അപ്പം നമ്മൾ നമ്മുടെ ടെർമിനലിലാണ്, ടെർമിനൽ 1 ഊബർ വരുന്നത്. ഓക്കെ, അപ്പോൾ കുട്ടി അദ്ദിക്കുട്ടനും ഡാഡിയും കൂടെ. ഞങ്ങൾ ആകെ ഒരു ലഗേജേ ഉള്ളൂ കേട്ടോ. ഇതിലാണ് ഞങ്ങൾ 4 പേരുടെയും എല്ലാ സംഭവങ്ങളും ഈ ഒരു വലിയൊരു ബാഗിലാണ്. 2 എണ്ണം എടുത്തിട്ടില്ല ഗൈസ്. ഇനി എന്താവുന്നൊന്നും അറിയില്ല. ഓക്കെ, അപ്പം നമുക്കിനി ഊബറിലോട്ട് പോവാം. അങ്ങനെ ഞങ്ങളിത് ഊബറിൽ കയറുക കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ സ്ഥലം. അങ്ങനെ ഞങ്ങൾ ഇപ്പം എവിടെയാണ് എത്തിയിരിക്കുന്നത്? വേണ്ട പറയണ്ടടാ ഗൈസ്. അങ്ങനെ നമ്മളിതേ ഊബർ ഇറങ്ങി കൊച്ചിയിൽ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ബാക്കി അപ്ഡേഷൻ കാണാം. നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ചിലപ്പോൾ ഒരു ഗിവ് അവേ നടക്കാനുള്ള, ചിലപ്പോൾ നല്ലൊരു ഗിവ് അവേ നടക്കാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. അങ്ങനെ നമ്മളുടെ ഡെസ്റ്റിനേഷൻ പ്ലേസും മാത്രമല്ല നമ്മൾ പോകുന്ന സ്ഥലവും കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് എത്തിയിട്ടുണ്ട് ടിയ. എയർപോർട്ട് അല്ല ഗൈസ്, വേറൊരു പോർട്ടാണ്. അപ്പോൾ എവിടെയാണ് പോകുന്നതെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ഒരു അടിപൊളി ഗിവ് അവേ ഉണ്ട് ഗൈസ്. മേ ബി ഗോൾഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പോർട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഇനി നമ്മൾ കയറാൻ പോവുകയാണ്. എൻ്റെ കുട്ടി, ഇത് പറയാനാണ് ഇവിടെ അദ്ദിക്കുട്ടി ഇങ്ങനെ ത്രില്ലടിച്ചിരിക്കുകയാണ്. ഇനി ഡാഡിയുടെ കൂടി വെരിഫിക്കേഷനും കാര്യങ്ങളും കഴിഞ്ഞാൽ നമ്മൾ കയറാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ കമൻറ്റ് ചെയ്തോളൂ. ആ കാർഡ് കാണിച്ചു കൊടുത്താൽ അറിയും ഗൈസ്. അപ്പം കമൻറ്റ് ചെയ്തോളൂ നമ്മൾ ഏത് സ്ഥലത്താണ് പോകുന്നത് എന്നുള്ളത്. കമൻറ്റ് ചെയ്യുക. കമൻറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് എന്ത് ഗിഫ്റ്റും ആവാം. മേ ബി ഒരു ഗോൾഡിൻ്റെ ആവാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആവാം. ഹോവർ ബോർഡ് പോലത്തെ വേറെ എന്തെങ്കിലും ആവാം. അതെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹോവർ ബോർഡായിരുന്നു കൊടുത്തത്. അങ്ങനെ നമ്മുടെ ഡ്രീം ഒരു സംഭവത്തിൽ എത്തിയിരിക്കുകയാണ്. നേരെ കണ്ടിട്ടില്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾ കാണാൻ പോവുകയാണ്. ഞാൻ ആദ്യം നിങ്ങൾക്ക് എന്താ നമുക്ക് നോക്കാം ടിയ. മെല്ലെ ഓപ്പൺ ചെയ്തോ. ഇവിടെ
ഇവിടെ നിൽക്ക് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി നമ്മൾ ക്രൂയിസിലാണ് പോവാൻ പോകുന്നത്. കോഡിലിയ ക്രൂയിസിലാണ് കേട്ടോ പോവാൻ പോകുന്നത്. ഒരുപാട് ഹാപ്പിയാണ് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഇതേ ക്രൂയിസിലാണ് പോകുന്നത്. ഇത് ക്ലബ് ട്രാവലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരാട്ടോ നമുക്ക് ഈ ഒരു സൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്നത്. താങ്ക് യു സോ മച്ച്. അതുകൊണ്ട് നമുക്ക് അഫോർഡബിൾ റേറ്റ് തന്നെ കിട്ടിയില്ല ടിയ. യെസ്, അപ്പം നമ്മൾ 4 മില്യൺ ആവാൻ പോകുന്നതിന് മുമ്പ് തന്നെ സെലിബ്രേഷനാണ്. കാരണം പിന്നെ ഈ ക്രൂയിസ് ചിലപ്പം 1 മാസം 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ ഇവിടെ കൊച്ചിയിൽ ലാൻഡ് ആവുന്നത്. താങ്ക് യു സോ മച്ച് ക്ലബ് ട്രാവലേറ്റ്. ടീക്കുട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കാരണം അത്രയും ഭയങ്കരമായിട്ട് വലിയൊരു സംഭവമാണിത്, ചെറുതൊന്നും അല്ല. ഇതിൻ്റെ ഇൻറ്റീരിയർ അതികുട്ടൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇനിയും ഉള്ളിലോട്ട് പോയിട്ടില്ല അല്ലേ ടിയ? ടിയ ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഇതായിട്ട് കുറേ ബഗ്ഗീസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മളിത് ക്രൂയിസിലോട്ട് പോവുകയാണ്. ഇപ്പോഴും നമ്മൾ പറഞ്ഞിട്ടില്ല ഡെസ്റ്റിനേഷൻ. കമൻറ്റ് ചെയ്തോളൂ. കുറച്ച് പേർക്കൊക്കെ അറിയാം, പക്ഷേ എന്നാലും നമ്മൾ കമൻറ്റ് ചെയ്തോളൂ. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുന്നവർക്കാണ് ഗായ്സ് ഇപ്രാവശ്യത്തെ നമ്മുടെ ഗിവ് അവേ എന്ന് പറയുന്നത്. അല്ലേ ടിയ? ഏതാണ്? അതെ, ഏത് വേണം? ഗോൾഡിൻ്റെ ആണോ വേണ്ടത്, അതോ ഹോവർ ബോർഡ് പോലത്തെ വല്ല സംഭവമാണോ, അതോ ഇനി വലിയ സൈക്കിളാണോ? അല്ലേ ടിയ? ഉള്ളിക്കയറാം. ഓക്കെ, കുറേ പേര് വിചാരിക്കും 4 മില്യൺ ആയിട്ടില്ലല്ലോ നിമിഷം, പിന്നെ എന്തിനാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഗൈസ്? ഈ ഷിപ്പ് ഈ ഒരു 2 വീക്സിനുള്ളിൽ നമ്മൾ 4 മില്യൺ ആവും. പക്ഷേ ഈ ഷിപ്പിനി വരണം, ഷിപ്പല്ല, ഈ ക്രൂയിസിന് വരണമെങ്കിൽ ചിലപ്പോൾ 1.5 മാസം എടുക്കും. നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസും എല്ലാം കംപ്ലീറ്റ് ചെയ്യണമെന്ന് അല്ലേ? അതിക്കുട്ടിന് ഇവിടെ മതിയായിട്ട് ഗൈസ് ഇവിടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. നമ്മൾ കയറാൻ പോവുകയാണ്. എങ്ങനെയായിരിക്കും അതിൻ്റെ ഇൻറ്റീരിയർ പോർഷൻ? 2 പേർക്കും യാതൊരു ഐഡിയ ഇല്ല. കാരണം ഞാനൊന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. ഷിപ്പിലാണ് പോകണമെന്നാണ് പറഞ്ഞത്, അല്ലാതെ വേറൊന്നും ഞാൻ ഇവരോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. പിടിച്ചോ ഗൈസ്. ഇവിടെ ഒരു പ്രശ്നമല്ല, മലയാളീസ് വളരെ കുറവാണ്. മലയാളീസ് വിരലിൽ ഉണ്ടാവുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. നമുക്ക് പോവാം ഗൈസ്. ഒരു വാം വെൽക്കം ഉണ്ട് കേട്ടോ ഇവിടെ. അദ്ദിക്കുട്ടന് കൊടുത്തു ഗൈസ്, ഡാഡിക്ക് കൊടുത്തു ഗൈസ്. നമ്മൾ മാത്രം അതിൽ നിന്നില്ല. ഇതാണ് നമ്മുടെ ക്രൂയിസിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഇനി നമ്മളിവിടെ വെൽക്കം ഡ്രിങ്ക് ആണ് കേട്ടോ. ഓറഞ്ച്, ലെമൺ ഏത് വേണമെങ്കിലും നമുക്കിവിടെ കഴിക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ലിഫ്റ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ 4th ഫ്ലോറിലാണ് നമ്മളുടെ റൂം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ സെർച്ചിങ് ആണ് ഗൈസ്. അതിൽ കൂടെയാണോ ഏതിൽ കൂടെയാണെന്ന് ഒരു ഐഡിയ ഇല്ല ഗൈസ്. ഇവിടെ ആണെങ്കിൽ ഒരാൾ പോലും മലയാളീസ് ഇല്ല, വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ റൂമിലോട്ട് പോവുകയാണ് ഗൈസ്. നല്ല പാടാണ്, നമുക്കൊരു ടാസ്ക് തന്നെയാണ് കേട്ടിയ. നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ വഴി എന്ന് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് ഒരു 5 സ്റ്റാർ ഹോട്ടൽ പോലെ തന്നെയാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ചിട്ട് നമുക്കൊന്നും പറഞ്ഞേ. ഓരോരുത്തർ റൂം കണ്ടുപിടിക്കാൻ തുടങ്ങി. ടിയ ഡാ അമ്മ കണ്ടില്ല. എവിടെയാണ് റൂം? എവിടെ? ഇനിയും പോകണം. നമുക്ക് 4th ഡെക്കിലാണ് കിട്ടിയിട്ടുള്ളത് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ നോക്കുകയാണ്. ഇതാണ് നമ്മളുടെ റൂം എന്ന് പറയുന്നത്. അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ മാറി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നില്ല ഗൈസ്. അദ്വിക്കിനാണ് ഇടുന്നെന്ന് പറയുന്നുണ്ട്. ആണ് നമ്മുടെ റൂം എന്ന് പറയുന്നത്. ടിയ അത് ഇതാക്കി ദേ, അതും ഡാഡി ദേ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്നും കൂടെ ഒന്ന് ഇളക്കാൻ നോക്കാം കേട്ടോ. നമുക്കിപ്പോൾ 4 പേർക്ക് ഇവിടെ കിടക്കാൻ പറ്റും. ഇത് ഇറങ്ങാൻ പറ്റുന്നില്ലേ? അവിടെ ഈ ഒരു ലോക്ക് ഉണ്ട്, അവരുടെ അടുത്ത് പറയേണ്ടി വരും തോന്നുന്നു അല്ലേ? ഓപ്പൺ ആക്കാൻ പറ്റാത്തത് കൊണ്ട് ഗൈസ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ചേട്ടനെ വിളിച്ചിട്ട് അതൊന്ന് ഓപ്പൺ ആക്കി തന്ന കേട്ടോ. അടിപൊളി സെറ്റപ്പ് ആയിക്കോട്ടെ. നമുക്ക് നമ്മുടെ റൂം നോക്കാം കേട്ടോ. നോക്ക് വരൂ, നമ്മുടെ റൂം ടൂറിലോട്ട് പോവാം ഗൈസ്. അപ്പൊ അല്ല, ആദ്യം ഇത് മൊത്തം കാണിച്ചിട്ട് പിന്നെ പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതാണ് ബെഡാണ്. നമുക്ക് സാധാരണ സിംഗിൾ കോട്ട് നമുക്ക് വേണ്ട. കാരണം അത് സ്പേഷ്യസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം സ്പേഷ്യസ് ഉള്ളതുകൊണ്ട് ഓവർ സ്പേഷ്യസ് ഒന്നും പ്രതീക്ഷിക്കരുത്. ഡ്രസ്സിങ് ഒക്കെ ചെയ്യാൻ ഒരു അടിപൊളി മിറർ ഉണ്ട്. ടി വി അവിടെ പോയി എൻഡിൽ പോയി. ഇവിടെ അദ്ദിക്കുട്ടിനും കുട്ടിക്കും കിടക്കാം, ഇവിടെ ഞങ്ങൾക്കും കിടക്കാം. കൈമാറ്റിയിടാം. അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ലാഡർ വെക്കുന്നതൊന്ന് പറഞ്ഞു കൊടുക്കാണ്. എങ്ങനെ കയറും? അദ്ദിക്കുട്ടൻ കയറിയിട്ട് എങ്ങനെ കയറും? ചിക്കു കയറിയിട്ട് എങ്ങനെ കയറും? എങ്ങനെ? പിന്നെ ലാഡർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് വെച്ചിട്ട് ഇനി
ഇതിലോട്ട് ജമ്പ് ചെയ്യാനാണ് പുള്ളിക്കാരൻ നോക്കുന്നത് ഗൈസ്. എങ്ങനെ ചെയ്യോടാ? ആ അത് തല മുട്ടില്ലേ? തല മുട്ടത്തില്ലേ? ഇനി എങ്ങനെ ജമ്പ് ചെയ്യും? ജമ്പ് ചെയ്യാൻ പറ്റുന്നാണ് പറയുന്നത്. ഡാഡി ഇങ്ങനെ അയ്യോ ഗൈസ്. അപ്പൊ ഇങ്ങനെ ഒരാളുടെ ഹെൽപ്പ് വേണം, എന്നാലേ കിട്ടൂന്നാണ് പറയുന്നത് കേട്ടോ. വിശ്വസിക്കുമോന്ന് അറിയില്ല ഈ ഗൈസ്. ഇതാണ് നമ്മുടെ കോഡീലിയ ക്രൂയിസിന്റെ ഇൻസൈഡ്. ഇപ്പൊ ടീക്കുട്ടി അതിക്കുട്ടിനും ഡാഡിയും കൂടി ഈ ലിഫ്റ്റിൽ മുകളിലോട്ട് പോകാൻ നിൽക്കുക കേട്ടോ. കാണിച്ചു തരാം. ഇടയ്ക്കിടയ്ക്ക് ഒരു ഷേക്കിംഗ് ഒക്കെ ഉണ്ടാവും. അഡ്ജസ്റ്റ് ചെയ്യാട്ടോ എല്ലാവരും. ഗൈസ് നമ്മുടെ ടീക്കുട്ടി അതിക്കുട്ടിനും ഈ ലിഫ്റ്റിലാട്ടോ. ഈ ലിഫ്റ്റിലാണ് അവരുള്ളത്. ഒരു ഹായ് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എത്രത്തോളം ഹായ് വരുന്നത്. ഗൈസ് നമ്മുടെ ടീക്കുട്ടി അതിക്കുട്ടനും ടീക്കുട്ടി ഹായ് കാണിക്കുന്നുണ്ട്. എത്ര പേർക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഡാഡി ഇവിടെ ബിസി ആട്ടോ. ഓക്കെ, ഇവിടെ വേറൊരു ലിഫ്റ്റ് വരുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ക്രൂയിസിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ കേട്ടോ. ഇനിയുണ്ട്, ഒരുപാട് ഡെക്കുകളുണ്ട്. നമ്മളെവിടെയും എത്തിയിട്ടില്ല. എവിടെ അവർ സൂപ്പറായിരുന്നല്ലേടാ? കാണാൻ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിട്ടുണ്ട് അല്ലേ ഗൈസ്? ഇനി ക്രൂയിസിലെ ഒരു തിയേറ്റർ കാണിച്ചു തരാം കേട്ടോ. ഒന്നും പറയാനില്ല ഗൈസ്. നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടൽ ഇങ്ങനെ മൂവ് ചെയ്യാണെന്ന് വിചാരിക്കുക അല്ലേ ടിയ? ഇല്ലെങ്കിൽ ഒരു കുട്ടി മാൾ, അതായത് ഒരു ഷെയ്ക്കിങ് വന്നതാണ്. അതാണ് ടീക്കുട്ടിയുടെ എക്സ്പ്രഷൻ എങ്ങനെയുള്ളത് കേട്ടോ. എനിക്ക് മൂവിയില്ല, മൊത്തം AC ഇട്ടതാണോന്ന് തോന്നുന്നു. അതാണ് തോന്നുന്നു ഈ സംഭവം. പോടാ, മൂവിങ് അല്ല, മുങ്ങാൻ പോകുന്നത്. ഈ ഒരു ഡാഡി ഉണ്ടല്ലോ ഗൈസ്, ഇങ്ങനെ ഒരു ഫണ്ണി ഡാഡി വേറെ ഉണ്ടാവില്ല ഗൈസ്. മുങ്ങാൻ പോവാന്ന് പറഞ്ഞാൽ കുട്ടികളെ പേടിപ്പിക്കാം ഗൈസ്. അങ്ങനെ നമ്മുടെ ക്രൂയിസ് മൂവ് ആയിട്ടുണ്ട്. ഞാൻ ചെറിയൊരു വ്യൂ കാണിച്ചു തരാം ടിയ. അത്യാവശ്യം ചെറിയൊരു മഴയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കാത്തത്. മൂവ് ആണെന്ന് തോന്നുന്നുണ്ടടാ? മൂവ് ചെയ്യുന്നതാണ്. അത്യാവശ്യം ചെറിയൊരു മഴയുണ്ട് കേട്ടോ. അപ്പോൾ അത് പേടിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാതിരിക്കുന്നത്. ഓക്കെ, ടീക്കുട്ടി ഒന്ന് നോക്കിയേ ഗൈസ്. നമ്മളിപ്പം 10th ഫ്ലോറിലാണ്. ടീക്കുട്ടിയുടെ ഹെയർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇവിടെ കാറ്റ്, എത്രത്തോളം കാറ്റുണ്ട്. അതുപോലെ ടീക്കുട്ടിയുടെ ഡ്രസ്സിൽ അതൊക്കെ ഇങ്ങനെ ഇതാവുന്നുണ്ട്. ടീക്കുട്ടിയുടെ നല്ല കാറ്റുണ്ട് ഗൈസ്. മൊത്തം മുടി മൊത്തം ഇത് നോക്കിയ വീഡിയോ നോക്കിയ എത്ര പേര് ടീക്കുട്ടിയുടെ മുടി കണ്ടിട്ട് ചിരിക്കുന്ന അറിയില്ല ഗൈസ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അയ്യോ, നല്ല പോലെ കാറ്റുണ്ട് ഗൈസ്. ഇവിടുത്തെ ഒരു സീനറി കാണിച്ചു തരാം. ഇപ്പം വൈകുന്നേരം 6 മണി ആവാനായിട്ടുണ്ട്. എങ്ങനെ നിന്നാലും കാറ്റ് നല്ല കാറ്റാണ് മുത്തേ. ഓക്കെ ഗൈസ്, ചാടല്ലേ. ഷാർക്ക് ഉണ്ടാവും. ഒരു ബോട്ട് ഉണ്ടാവില്ല ഗൈസ്. എല്ലാം ബാഗ് സോക്സ് ഒക്കെ ഊരി ഗൈസ്. ഷൂസ് എല്ലാം മാറ്റി. ഡിന്നർ ടൈമും വ്യൂ ടൈമും ആയിട്ടുണ്ട്. നമ്മൾ ക്രൂയിസിലെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ടീക്കുട്ടി മുടിയെല്ലാം കെട്ടിവെച്ചു. കാരണം നമ്മൾ 10th ഡെക്കിലോട്ട് പോകുമ്പം അത്യാവശ്യം നല്ല കാറ്റാണല്ലേ ടിയ? മുടി മൊത്തം, ഡാഡി ഒന്ന് മാറൂടെ ഡാഡി, മുടി മൊത്തം കെട്ടിവെട്ടിട്ടുണ്ട്. അതിക്കുട്ടൻ എവിടെയാ പോണേ? ചിപ്പിൻ എന്നെ. അപ്പോൾ ടീക്കുട്ടിയുടെ മുടി നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നൈറ്റ് വ്യൂ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ടീക്കുട്ടി മുടിയൊക്കെ കെട്ടിട്ടോ. നൈറ്റ് വ്യൂ കാണിച്ചു തരാം. പൂളൊക്കെ ഉണ്ട്. നമ്മൾ അത് 3rd ഡേയിലാണ് പൂളിലൊക്കെ ഇറങ്ങുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ ഇറങ്ങുന്നില്ല. നല്ല കാറ്റാണ് ഗൈസ്. നമ്മൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം ഫുഡാണല്ലേ ടിയ? ഫുഡ് ഒഴിഞ്ഞിട്ടുള്ളൊരു സമയമില്ല. അതിക്കുട്ടിനും ഡാഡിയും കൂടെ താഴെ ഇറങ്ങി പോയിട്ടുണ്ട്. എന്താ ഡാഡി കഴിക്കാൻ പോകുന്നേ? എന്നാ ശരി ടിയ മാഡം. വാട്ട് യു ഈറ്റിംഗ്? ഓ മൈ ഗോഡ്, പപ്പടം ഗൈസ്. ഇവിടെ എന്തെല്ലാമോ സാധനങ്ങളുണ്ട്. ഒന്നും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് നോക്കിയടാ, ഇതെന്തുവാ സാധനം? സബ്സോ. ഇതെന്താണ് പേര് പോലും അറിയില്ല കേട്ടോ. നൂഡിൽസ് സ്പിഗറ്റി. ഓക്കെ, ഇതിലെ പകുതി നമ്മൾ ആദ്യമായിട്ട് തന്നെയാണ് കഴിക്കുന്നത്. ഓക്കെ, സോയ ദം ബിരിയാണി ഇവിടെ കഴിക്കുകയാണ് ഗൈസ്. ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളവർ ഈ ക്രൂയിസ് ബുക്ക് ചെയ്തോളൂ ഗൈസ്. എന്തായാലും താങ്ക്സ് ടു ക്ലബ് ട്രാവൽ കേട്ടോ. നല്ലൊരു പാക്കേജാണ് നമുക്ക് എടുത്ത് തന്നത്. മസ്റ്റായിട്ട് ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്യേണ്ടതാണല്ലേ ടിയ? ഓക്കെ, കഴിക്കൂ. അതിക്കുട്ടൻ ഇവിടെ ഓമ അതുണ്ട്, കുഞ്ഞിന് തരാട്ടോ. അതിക്കുട്ടൻ എന്താ പറയുക എടുത്തിട്ടുള്ളത്?
ഗോട്ടായി ഡാഡി അദ്ദിക്കുട്ടൻ. ഗൈസ് അദ്ദിക്കുട്ടൻ ഗോട്ടായി. ഡിന്നർ ടൈം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് ഇതിനിടെ മറന്നു ഗൈസ് സത്യം പറയാലോ, ഒന്നും നമുക്ക് പറ്റിയ ഒരു ഇതല്ല. കാരണം ഇത് ഫുഡ് കഴിക്കാൻ മാത്രം ഉള്ളൊരു സംഭവമാണ്. 2 hours കഴിയുമ്പോഴത്തേക്കും ഫുഡ് ഇവിടെ റെഡിയാണ്.